ഓരോ വൈദികന്റെയും മാനുഷികമായ ഇന്ന് രക്ഷകനായ ക്രിസ്തുവിന്റെ ഇന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഓരോ വൈദികനെയും സംബന്ധിച്ച് ഏത് കാലഘട്ടത്തിലായാലും ഏറ്റവും വലിയ കർത്തവ്യം ഓരോ ദിവസവും ക്രിസ്തുവിന്റെ ഇന്നിൽ തന്റെ തന്നെ പൗരോഹിത്യത്തിന്റെ ഇന്ന് കണ്ടെത്തുക എന്നതാണ്. 1971 നവംബർ 17 ഫാദർ സിബിച്ചന്റെ ജനനം. മാതാപിതാക്കളായ ജെയിംസ്, അന്നമ്മ ദമ്പതികളുടെ 5ാമത്തെ പുത്രനായി ജനിച്ചു. കാക്കാനിയൽ കുടുംബത്തിലെ ഐശ്വര്യവും ദൈവവിശ്വാസത്തിലുള്ള മാതാപിതാക്കളുടെ ഭയഭക്തിയും ദൈവത്തിന്റെ തീരുമാനവുമാണ് ഫാദർ സിബിച്ചൻ. പിതാവ് ജെയിംസിന് ചങ്ങനാശ്ശേരി അതിരൂപതയുമായി നല്ല ബന്ധമാണുള്ളത്. അച്ഛന്റെ ബാല്യകാലം ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അച്ഛന്റെ പിതാവ് ചങ്ങനാശ്ശേരി അരമനയിലെ ജോലിക്കാരനുമായിരുന്നു. അച്ഛന്റെ ബാല്യകാല വിദ്യാഭ്യാസം 1978 ആരംഭിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലായിരുന്നു. 1988 ഫാദർ സിബിച്ചൻ 10ാം ക്ലാസ് പാസ്സായി. തുടർന്ന് ഫാദർ മാത്യു തറയിൽ ഇടവക വികാരിയും ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കൽ അസിസ്റ്റന്റ് വികാരിയുമായിരിക്കെ ഗോരഖ്പൂർ രൂപതയിലുള്ള സെന്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ 1988 ജൂൺ 2 ചേർന്നു. പിന്നീടുള്ള ഫാദർ സിബിച്ചന്റെ വിദ്യാഭ്യാസം ജാൻഡ ഇന്റർ കോളേജ് ചർഗവാൻ ഗോരഖ്പൂരിലാണ്. കർത്താവിന്റെ വിശുദ്ധ കരങ്ങൾ ഫാദർ സിബിച്ചന്റെ പഠനത്തോടൊപ്പം ഗാഢബന്ധം പുലർത്തിയിരുന്നു. അതിനുശേഷം മധ്യപ്രദേശിലുള്ള ഉജ്ജയിൽ വിക്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA കരസ്ഥമാക്കി. ഫിലോസഫി പഠനം പൂർത്തിയാക്കിയത് ഉജ്ജയിൽ നിന്നുള്ള റൂഹാലയ സെമിനാരിയിൽ നിന്നാണ്. റീജൻസി പഠനം ഗോരഖ്പൂരിലുള്ള മൈനർ സെമിനാരിയിൽ നിന്ന് സച്ചിദാനന്ദ മിഷൻ കപ്താൻഗഞ്ചിൽ നിന്നുമാണ്. എന്റെ ദൈവശാസ്ത്രപരമായ പഠനങ്ങൾ നിർവഹിച്ചത് ക്രൈസ്റ്റ് പ്രേമാലയ, ആസ്ഥ, ഭോപ്പാൽ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ്. ഫാദർ സിബിച്ചനെ സംബന്ധിച്ചിടത്തോളം നിർണായകവും സന്തോഷപ്രദവും ത്രിത്യേക ദൈവം ഇടപെട്ട ഒന്നായിരുന്നു തിരുപ്പട്ട സ്വീകരണം. 30/4/2000 വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ നാമത്തിലുള്ള ഇടവകയിലുള്ള അന്തോണീസ് പുണ്യാളന്റെ പള്ളിയിൽ വെച്ച് വലിയ ഡൊമിനിക് പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. അതിനുശേഷം ധരംപൂർ, ഖോർപൂർ എന്നീ ദേവാലയങ്ങളിൽ ദിവ്യബലികൾ അർപ്പിച്ചു. കേരളത്തിലെ എന്റെ ആദ്യ വിശുദ്ധ ബലി എന്റെ ഇടവകയായ ഇരട്ടയാർ സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് ഫാദർ ജോസഫ് മായിപ്പറപ്പള്ളിൽ അച്ഛനോടൊപ്പം അർപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം മുഴുവനും കരുതലും കാവലുമായി നിന്ന നിത്യപുരോഹിതനായ ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പരിശുദ്ധ അമ്മയുടെ പാതിരി ബജാർ മിഷൻ പള്ളിയിൽ ഫാദർ സിബിച്ചൻ വികാരിയായി നിയമിക്കപ്പെട്ടു. അതുമാത്രമല്ല, പാതിരി ബജാർ സെന്റ് മേരി സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായി. 2002 ഫാദർ സിബിച്ചൻ മാന്നാനം സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ B.Ed ബിരുദം കരസ്ഥമാക്കി. 2004 ഉത്തർപ്രദേശിലുള്ള മാസിയ സേവാശ്രമം കോളേജ് നിശ്ചലോൽ ഉത്തർപ്രദേശിൽ ഫാദർ സിബിച്ചനെ പ്രിൻസിപ്പളായി നിയമിച്ചു. ആ വർഷം തന്നെ ഫാദർ സിബിച്ചൻ MA കരസ്ഥമാക്കി. 2006 ഗോരഖ്പൂർ ദീൻദയാൽ കോളേജിൽ ഫിലോസഫിയിലും MA പൂർത്തിയാക്കി. 2008 സെന്റ് തോമസ് ഇന്റർ കോളേജ് ഖലീലാബാദിൽ പ്രിൻസിപ്പളായി നിയമിതനായി. 2009 ഫാദർ സിബിച്ചൻ സത്യജ്യോതി എന്ന ഓഡിയോ കാസറ്റും പുറത്തിറക്കി. 2012 എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അശോകപുരം പള്ളി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ പുരോഹിതനായും സേവനമനുഷ്ഠിച്ചു. 2013 ഗോരഖ്പൂർ സെന്റ് ജോസഫ് സ്കൂൾ സിവിൽ ലൈൻസ് കോളേജിന്റെ പ്രിൻസിപ്പളായും സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയുടെ വികാരിയുമായും സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഫാദർ സിബിച്ചനെ PhD എടുക്കുന്നതിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചു. 2022 ഇടവക വികാരിയായി ഖരംപൂർ ഗോരഖ്പൂർ ഇടവകയിലേക്ക് അയച്ചു. മറ്റനേകം ലക്ഷ്യങ്ങൾ പലർക്കും ഉണ്ടാകുമ്പോൾ ഫാദർ സിബിച്ചനെ സംബന്ധിച്ചിടത്തോളം വെള്ളയുടുപ്പിട്ട വൈദികർ കൂട്ടം കൂട്ടമായി പോകുന്നത് കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ ദൈവപുത്രനായ മിശിഹ വിശുദ്ധ ചിന്തകൾ തന്ന് വൈദിക ജീവിതത്തിലേക്ക് എന്നെ ചേർത്ത് വച്ച ദൈവത്തിന് നന്ദി. പരിശുദ്ധ അമ്മയുടെ നിർമ്മല സാന്നിധ്യവും പ്രാർത്ഥനയും ഫാദർ സിബിച്ചന് പൗരോഹിത്യത്തിന്റെ പരിമളമായി ഇന്നും ഫാദർ സിബിച്ചനെ നയിക്കുന്നു. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ പൗരോഹിത്യത്തിന്റെ ഏറ്റവും നല്ല മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദീർഘകാല ഇടയ ജീവിതം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു.